ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അടുക്കിപ്പെറുക്കൽ വീഡിയോ ആയിട്ട്. അതായത് നമ്മുടെ അലമാരി ഫുള്ള് അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്യണം, ഒന്ന് ഒതുക്കി വെക്കണം, തേക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാട്ടെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കത് ചെയ്താലോ. അപ്പോൾ അതിന് മുൻപ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിഫോർ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ആഫ്റ്റർ ലുക്കിനെ നിങ്ങളെല്ലാവരും വിലയിരുത്തി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കമോൺ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അലമാര എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, ചുമ്മാ ചവറ് പോലെ അവിടെ ഇവിടെയായിട്ട് കുറേ തുണികൾ, ഇതെല്ലാം എൻ്റെ മോൻ്റെ തുണികളാട്ടോ ഇതിൽ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് മോൻ്റെ സെക്ഷനും, ഇതാണ് നമ്മുടെ ഹാങ്ങിങ് സെക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഷർട്ടും ടീഷർട്ടൊക്കെ തേച്ച് ഇവിടെ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബിഫോർ ലുക്ക്. അപ്പം ഇതിൽ നമുക്ക് കുറച്ച് തുണികളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും നമ്മളെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, കുറച്ചെങ്കിലും അറേഞ്ച് ചെയ്യണം, മോൻ്റെ ഹസ്ബൻഡിൻ്റെങ്കിലും ചെയ്യണം എന്നോർത്താട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു ലോഡുണ്ട്, നമുക്ക് തേക്കണം, അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുകയും വേണം. അപ്പോൾ നമുക്ക് എല്ലാം എടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ഇത് കണ്ടോ, അറേഞ്ച് ചെയ്യാനായിട്ട് ഒരു 3 സെറ്റ് ഹാങ്ങർ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ അറേഞ്ച് ചെയ്തിടാനായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 18 ഉണ്ട്. അപ്പം വേറെ നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. അപ്പം അതിൽ ചേരുന്നത്ര തുണികൾ തേച്ച് നമ്മൾ അലമാരി വെക്കാമെന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പോവാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത്ര അധികം തുണികൾ ഞാൻ ഇനി തേക്കാനായിട്ട് പോകാം കേട്ടോ. ഇതെല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ അലമാരി കൊണ്ടുവച്ച് സെറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 25 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടോ ഇപ്പം ഈ 25 പീസ് നമ്മൾ തേക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തേച്ച് തുടങ്ങാം കേട്ടോ. ഇച്ചിരി നേരം എടുക്കുമായിരിക്കും നമ്മൾ തേച്ച് തീരാനായിട്ട്. അപ്പോൾ നമുക്ക് തേച്ച് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഫൈനലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മോൻ്റെ ടീഷർട്ടിലാട്ടോ അങ്ങ് തുടങ്ങുന്നത്. അപ്പം ഞാൻ കരുതി ആദ്യമേ നമ്മുടെ ചീത്ത ഭാഗത്ത് തേച്ചതിന് ശേഷം നല്ല ഭാഗത്തോട്ട് പോകാമെന്നുള്ളത്. കാരണം ഇല്ലെങ്കിൽ തുണിയുടെ കളർ പെട്ടെന്ന് മങ്ങിപ്പോകത്തില്ല. അപ്പം ഞാൻ പൊതുവെ ഇങ്ങനെയാണ് അയൺ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ മെയിനായിട്ട് ഇതുപോലെ ഹാങ്ങർ വാങ്ങാൻ ഉദ്ദേശിച്ചത് ഇതുണ്ടല്ലേ, ഇതുപോലെ നമുക്ക് മോൻ്റെ ആണേലും ഇപ്പം നമ്മുടെ ആണേലും എല്ലാം ഇതുപോലെ ഹാങ് ചെയ്ത് കണ്ടല്ലേ, ഈ ടൈപ്പ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാവേ. നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കരുതിയില്ല കേട്ടോ ഇത് ഇത്ര പെട്ടെന്ന് തീരുമെന്നോ, അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പാടാണെന്നുള്ളതൊക്കെ. അങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യമേ കുറച്ച് ഞാൻ ചീത്ത ഭാഗത്താട്ടോ തേച്ചത്. ചിലതൊക്കെ നല്ല ഭാഗത്ത് തേച്ചു, കാരണം ഒരുപാടുള്ളത് കൊണ്ട് തേച്ച് തീർക്കണ്ടേന്ന് കരുതി ഞാൻ നല്ല ഭാഗത്ത് തന്നെ തേച്ച് വിട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ മടുത്തു പോയി, എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി എന്നുള്ള അവസ്ഥ എത്തി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കിനി ഇനി എടുക്കുന്നതൊക്കെ നമുക്ക് കഴുകിയതിന് ശേഷം വീണ്ടും ഇതുപോലെ അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമല്ലേ. അങ്ങനെ നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ സെക്ഷൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ തേക്കും. അതുപോലെ തന്നെ ബട്ടൺസ് ഏറ്റവും മുകളിലത്തെ അതുപോലെ തന്നെ അടിയിലത്തെ മാത്രമായിട്ട് നമ്മൾ ബട്ടൺസ് ഇട്ടത്. കാരണം എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ സമയമാകും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട് ഇടാനായിട്ടും, അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇടാനായിട്ട് എടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബട്ടൺസ് മാത്രമാട്ടോ ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രസമായിട്ട് തോന്നും, പക്ഷേ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു പകുതിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ രസം അങ്ങ് പോകും കേട്ടോ. കാരണം തേച്ച് മടുക്കും. ഇത് തീരുന്നില്ലല്ലോ എന്നോർത്തായിരിക്കും നമ്മുടെ പിന്നത്തെ വിഷമം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഒരു ആവേശത്തിന് കയറി ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും മടുത്തു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇത് തീരുന്നില്ലല്ലോ എന്ന് വെച്ച്. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു വിധത്തിൽ ഞങ്ങളില്ല കേട്ടോ, ഞാൻ തന്നെയാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളങ്ങനെ ചെയ്തൊക്കെ എടുത്തു.
ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മടുത്ത് ഇരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്നൊക്കെ ആട്ടോ തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇരുന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തീരത്തുമില്ല, അതുപോലെ നീറ്റാകത്തില്ലെന്ന്. വീണ്ടും ഞാൻ നമ്മുടെ ഇരുന്നെടുത്തുനിന്ന് എണീറ്റതിന് ശേഷം ബാക്കിയെല്ലാം കൂടെ നമ്മൾ തേച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇത്ര അധികം തുണികളാട്ടോ ഞാനെല്ലാം തേച്ചെടുത്ത് ഹാങ് ചെയ്തേക്കുന്നത്. ഇനി നമ്മളിതുകൊണ്ട് നമ്മുടെ അലമാരയെ കൊണ്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. അത്ര അധികം തുണികളുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിക്കോളും ഞാൻ എത്ര നേരം ഇരുന്ന് തേച്ചിട്ടായിരിക്കുമെന്ന്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തും കൂടെ എടുക്കാം കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മളെല്ലാം തേച്ച് അടുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയില്ലേ? കാണുന്നത്ര ഭംഗിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തേക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ല അടുക്കിയിരിപ്പുണ്ട്. ആദ്യമായിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. കുറേ നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം അതിനൊന്നും സമയം കിട്ടിയില്ല. ഇന്ന് ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനെ ചെയ്യാനായിട്ട്, അങ്ങനെ ഞാൻ ചെയ്ത കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നല്ല രസമില്ല കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാമിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. ഇനിയിപ്പം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.